നമസ്കാരം. ഒരു കട്ട കലിപ്പ് പ്രമേയമാണ് ഇപ്പം വന്നിരിക്കുന്നത്. റോക്കി ഭായിയുടെ രൗദ്ര മുഖമാണ് കാണിച്ചിരിക്കുന്നത്. റോക്കി ഭായി ഇങ്ങനെ വന്ന് കൈ മുറുക്കി ആ കബോർഡിനെ ഇടിച്ച് കബോർഡ് വരെ പൊട്ടിപ്പോകുന്ന ഒരു പ്രമോയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്നത്. സംഭവം ഇങ്ങനെയാണ്. ഈ പറയുന്ന പുറത്ത് ഗാർഡൻ ഏരിയയിൽ റോക്കി ഭായ് ഒരിടത്തിരുന്ന് ചായ കുടിക്കുന്നു. ജാസ്മിനും ഈ പറഞ്ഞ നമ്മുടെ ഗബ്രിയും കൂടി അവിടെ ഇരുന്ന് കൊഞ്ചി കുഴയുന്നു. എന്നിട്ട് ഗബ്രി ഈ ജാസ്മിനോട് പറയുന്നു, നമ്മളെ ചുമ്മാ അവനെ നോക്കി അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അവൻ മനസ്സിലാവും, വിചാരിക്കും അവനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവർ മനഃപൂർവ്വം റോക്കി ഭായിയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊഞ്ചി കുഴയുന്നു അവന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട്. അപ്പോൾ റോക്കി ഭായ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീയൊക്കെ രണ്ടെണ്ണം കൂടി ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് വിഷവും കൊണ്ട് എന്റെ ബാക്കിൽ വന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇവര് വീണ്ടും ചിരി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. റോക്കി ഭായ് പതുക്കെ ആ ഒരു സ്റ്റൈൽ അങ്ങനെ നടന്ന് അവരുടെ അടുത്തോട്ട് പോയിട്ട് എന്തൊക്കെ പറഞ്ഞതൊക്കെ കട്ടാണ്, എന്തൊക്കെ പറഞ്ഞ് ചായ കപ്പ് അവിടെ വെച്ചിട്ട് കൈ മുറുക്കി ഒരൊറ്റ ഇടി ഇടിക്കുന്നുണ്ട്. എവിടെ? ഈ കബോർഡിൽ, അത് തൊട്ടടുത്തുള്ള ഒരു കബോർഡ് പോലത്തെ ഒരു സാധനത്തിൽ ഇടിക്കുന്നുണ്ട്. ഇടിച്ച് കബോർഡ് വരെ പൊട്ടിപ്പോകുന്നുണ്ട്. മനസ്സിലായോ? ഉച്ചയ്ക്കുള്ള സംഭവം എന്ന് വെച്ചാൽ കിട്ടില്ല പ്രമോ വരുന്നു കേട്ടോ. ഉച്ചയ്ക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് റോക്കി ഭായി പറയുന്ന ജാസ്മിനെ വിളിച്ചിട്ട് ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ജാസ്മിനോട് ചോദിക്കും. ജാസ്മിൻ ചിലതൊക്കെ വാവിട്ട് ചിലതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ജാസ്മിൻ പറഞ്ഞ ഇത് റിലേഷൻ ഒരു ബലൂണാണ്. അപ്പം റോക്കി ഭായിക്ക്, അതായത് ഗബ്രി നിനക്കൊരു ബലൂൺ പോലെയാണ്. അതെ, അപ്പൊ ജാസ്മിൻ അതെ ഊതി ഊതി പെരിക്കും, കുറെ കഴിയുമ്പോൾ അത് പൊട്ടും. പൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ ബലൂണ് പെരിക്കും എന്ന് ആര് പറയുന്നുണ്ട്? ഈ ജാസ്മിൻ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ കയറി ഈ പറയുന്ന നമ്മുടെ റോക്കി പിടിക്കുന്നുണ്ട്. അപ്പൊ അതായത് പിന്നീട് ഗബ്രി എന്ന് പറഞ്ഞാൽ നിനക്കൊരു ബലൂണാണ്, ആ ബലൂണ് പൊട്ടിയാൽ നീ വേറെ ബലൂണ് ഊതി പെരിക്കുമല്ലേ എന്ന് ജാസ്മിനോടെ ഇങ്ങനെ കൊടയുന്നു. അതുപോലെ ജാസ്മിൻ പറയുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയാം പുറത്ത് ഇത് വേറൊരു രീതിയിലായിരിക്കും പോകുന്നത് എന്ന്. അപ്പൊ അവിടെയും റോക്കി പിടിക്കുന്നു. റോക്കി പറയുന്നത്, അപ്പൊ നിനക്കറിയാം പുറത്ത് വേറൊരു രീതിയിലാണ് പോകുന്നത്, അപ്പൊ നീ അറിഞ്ഞുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നിടത്ത് ജാസ്മിന്റെ ഉത്തരം മുട്ടുന്നുണ്ട്. ആ കലിയായിരിക്കാം പിന്നീട് ഈ ഒരു ലെവലിലേക്ക് വന്ന് ഈ ഒരു പ്രമേയിലേക്ക് വഴിത്തിരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും റോക്കി ഭായിയുടെ ഒരു കിടിലം ഒരു കലിപ്പ് ഭാവമാണ് നമ്മൾ കണ്ടത്. റോക്കി ഭായ് ഇടിച്ചൊക്കെ പൊട്ടിക്കുന്ന ഒരൊറ്റ ഇടിയിൽ അത് പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.